വാർത്താ സമ്മേളനം നൽകുന്നത് പതിവിന് വിരുദ്ധമായി KPCC ജനറൽ സെക്രട്ടറിമാരുടെ സാന്നിധ്യം ജില്ലയിലെ കോൺഗ്രസ് UDF ജില്ലാ സെക്രട്ടറി ഇത്തരമൊരു വാർത്താ സമ്മേളനം നടത്താൻ സാധിച്ചു. മാധ്യമങ്ങളുടെ മുമ്പിൽ ചില കാര്യങ്ങൾ അറിയിക്കാൻ പറ്റും. പൊതുസമൂഹത്തിന് അറിയേണ്ട ചില കാര്യങ്ങൾ മാധ്യമങ്ങളോട് അറിയിക്കാൻ ഈ വാർത്താ സമ്മേളനം. ചേവായൂർ ബാങ്ക് കോൺഗ്രസിന്റെ പൂർവികർക്ക് വളരെ കഷ്ടപ്പെട്ടുണ്ടാക്കിയ സ്ഥാപനം. വർഷങ്ങളായി കോൺഗ്രസ് നല്ല രീതിയിൽ ഭരിച്ചു. പാവപ്പെട്ട ദേശസ്നേഹികളായിരുന്ന സത്യസന്ധരായിരുന്ന കോഴിക്കോട്ടെ കോൺഗ്രസുകാർ, അന്നത്തെ കോൺഗ്രസ് ഒരുപാട് ബുദ്ധിമുട്ടും പ്രയാസങ്ങളുമാണ് ഈ സ്ഥാപനം സ്ഥാപിച്ചു വളർത്തിയതും ഒക്കെ. എന്നാൽ കഴിഞ്ഞ 5 വർഷവും കിടക്കുന്ന അവസ്ഥ ക്രമവിരുദ്ധമായ ചില കാര്യങ്ങൾ നടക്കുന്നതിനാണ് കോൺഗ്രസ് പാർട്ടി ഗ്രഹിച്ചു. ഒരിക്കലും സഹകരണ മേഖലയിൽ പുരുഷന്റെ പ്രവർത്തികൾ കോൺഗ്രസിന്റെ ഭരണസമിതി വ്യാപകമാവുന്നത് പരാതിയില്ല. കോൺഗ്രസ് ഈ ചേവായിൽ കോൺഗ്രസ് ഭരിക്കുന്ന ബാങ്ക് അത്തരമൊരു പ്രവണത ഒരിക്കൽ പോലും അനുവദിക്കാൻ പാടില്ല എന്ന ഉറച്ച തീരുമാനം കോൺഗ്രസിനെ കുറിച്ച് അന്വേഷണ റിപ്പോർട്ട് പാർട്ടിക്ക് ലഭിച്ചു. ആ പാർട്ടിക്ക് ലഭിച്ചുകൊണ്ട് അതിൽ ക്രമവിരുദ്ധമായി പ്രവർത്തിക്കുന്നതിന് വിളിച്ചു വരുത്തി തിരുത്തണമെന്ന് ആവശ്യപ്പെട്ടു. നിരന്തരമായി ആവശ്യപ്പെട്ടിട്ടും തിരുത്താതെ വന്നപ്പോഴാണ് അവരെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കുന്നത്. പാർട്ടിയിൽ നിന്ന് പുറത്താക്കുന്നത് ചേവായൂരിനെ മറ്റൊരു കരുതലാക്കാൻ അനുവദിക്കാൻ പ്രശാസനമുണ്ട് തന്നെ. എന്നാൽ ഇപ്പൊ തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ നിങ്ങൾ അറിയിക്കണം, കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുമ്പാണ് നിലവിലുള്ള ചെയർമാനെ പാർട്ടി പുറത്താക്കുന്നത്. സാധാരണഗതിയിൽ പാർട്ടിയുടെ നടപടിയെടുത്താൽ തെരഞ്ഞെടുപ്പുകൾ തിരിച്ചെടുക്കാം. തെരഞ്ഞെടുപ്പ് കാലത്ത് പോലും കോൺഗ്രസ് തിരിച്ചെടുക്കാനുള്ള ആലോചന നടത്തിയിട്ടില്ല. വിഷയം അത്ര ഗുരുതരമായി. കോൺഗ്രസ് പാർട്ടിക്ക് പുഷ്ടമില്ലാത്ത വിഷയമാണ്. പാർട്ടിയിൽ നിന്ന് പുറത്താക്കി. ഇപ്പൊ തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ ആ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയ ആളുകൾ നിലവിലെ CPM ചില ആളുകളുമായി ചേർന്ന് കൃത്രിമം നടത്തി ബാങ്ക് ഭരണം വീണ്ടും നിലനിർത്താനുള്ള ശ്രമം നടത്തുകയും ആ ശ്രമത്തെ രാഷ്ട്രീയപരമായും നിയമപരമായും കോൺഗ്രസ് നേരിടുന്നു. അതിൽ ഏറ്റവും രസകരമായ കാര്യം, വോട്ട് ചെയ്യാനുള്ള അംഗത്തിന് കൊടുക്കേണ്ട ഐഡന്റിറ്റി കാർഡ് കോൺഗ്രസ് പ്രവർത്തകർ അപേക്ഷ കൊടുത്തിട്ടും വിതരണം ചെയ്യാതെ തടഞ്ഞു വെച്ചിരിക്കുകയാണ്. ഒരുപാട് ശ്രമങ്ങളെ പാർട്ടി നിരോധിച്ചു, കുറെ പേർക്ക് ലഭിച്ചു. എന്നിട്ടും പൂർണ്ണമായ കാര്യങ്ങളൊന്നും ഇപ്പോൾ പൂർത്തിയായിട്ടില്ല. എന്നാൽ നിലവിലുള്ള ഭരണസമിതി വിജയിക്കാനായി സാധാരണഗതിയിൽ മെമ്പർഷിപ്പ് കൊടുക്കുക ബാങ്കിൽ ഇടപാട് നടത്തുന്നതാണ്. ഒരിടപാട് നടത്താൻ 1500 ആളുകൾക്ക് അനധികൃതമായി അവരാരും ബാങ്കിൽ വന്നിട്ടില്ല. കോൺഗ്രസ് പാർട്ടിയുടെ യഥാർത്ഥ പ്രവർത്തകർ അനുഭാവി പോകുമ്പോൾ നേരിട്ട് വന്ന് വാങ്ങണം ഐഡന്റിറ്റി കാർഡെന്ന ബാങ്ക് ഭരണസമിതിയും ബാങ്ക് എന്നാൽ അനധികൃതമായി ചേർത്ത 1500 ആളുകൾ ബാങ്കിൽ വന്നിട്ടില്ല. ബൾക്കായി കാർഡുകൾ കടത്തി ഡയറക്ടർമാരും നിലവിലെ ചെയർമാനും അവർക്ക് 35,000 മുതലുള്ള ബാങ്കിൽ ആയിരക്കണക്കിന് കാർഡ് തിരിച്ചറിയൽ കാർഡ് നൽകാനുള്ള യാതൊരു മുന്നൊരുക്കങ്ങളും റിട്ടേണിംഗ് ഓഫീസറും ബാങ്ക് ഭരണസമിതിയും ഏർപ്പാടാക്കിയിട്ടില്ല. വോട്ടെടുപ്പ് നടക്കുന്ന പറയഞ്ചേരി ഗവൺമെന്റ് സ്കൂളിൽ ആവശ്യത്തിന് സൗകര്യങ്ങളിൽ നിന്ന് സഹകരണ വകുപ്പിലെയും പോലീസിലെയും കോൺഗ്രസ് പാർട്ടി ഔദ്യോഗികമായി അറിയിച്ചു. അതിന്റെ പേരിലും ആ കാര്യത്തിൽ യാതൊരു നടന്നില്ല. ഇപ്പൊ മനസ്സിലാക്കുന്നത് പറയഞ്ചേരി സ്കൂളിലെ കെട്ടിടത്തിന്റെ 3ാം നിലയിൽ വരെ പോളിംഗ് സ്റ്റേഷൻ ഒരിക്കലും ഉണ്ടാവാറില്ല. താഴെ ആവശ്യമായ ഒരാൾക്ക് 3ാം നിലയിലാണ് വോട്ടെങ്കിൽ വോട്ട് ചെയ്യാൻ പറ്റാത്ത സാഹചര്യം ഒരു പേരിൽ ചെയ്യാൻ അവിടുത്തെ
ക്രമീകരണം നടത്തും. അവിടെ നടന്ന ക്രമയുക്തമായ ഏറ്റവും പ്രധാനപ്പെട്ട നിലവിലുള്ള ഭരണസമിതിയിൽ അംഗങ്ങൾ നിയമനം നടത്തി സ്വന്തം മക്കളെയും ബന്ധുക്കളെയും നിയമിക്കുന്നത്. അതിനെയാണ് പാർട്ടി ശക്തമായി. മാത്രവുമല്ല, ചില കടലാസ് സൊസൈറ്റികൾക്ക് CPM-ന്റെ ചില ആളുകൾ നടത്തുന്ന കടലാസ് സൊസൈറ്റികൾക്ക് ബാങ്കിൽ നിന്ന് കോടിക്കണക്കിന് ആ പണത്തിൽ നിന്ന് യാതൊരു തുകയില്ല. നിലവിലുള്ള ബാങ്ക് ചെയർമാൻ പ്രസിഡന്റാക്കി മറ്റൊരു സൊസൈറ്റി ആരംഭിച്ച് ഇവിടെ വരുന്ന ഡെപ്പോസിറ്റുകളൊക്കെ ആ സൊസൈറ്റിയിലും അനധികൃതമായ ഈ